ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്. അതൊക്കെ വിചാരിച്ച് ആരെങ്കിലും കല്യാണം കഴിക്കും. അറിയണമല്ലോ. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതവസരത്തിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് പാർട്ണർ ആണെങ്കിൽ ഹസ്ബൻഡിനോട് അറ്റ്ലീസ്റ്റ് ആ പാർട്ണർഷിപ്പിന്റെ കോപ്പി അദ്ദേഹത്തിന് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിലുണ്ടോ? മരിച്ചുപോയ പാർട്ട്ണറുടെ വൈഫും കുട്ടികളും ഒക്കെ എന്താ ചെയ്യുക? പാപ്പരാകുന്ന ആൾക്കാരൊക്കെ ആദ്യമേ വന്നിട്ട് ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് പാപ്പരാകുന്നത്. പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ GSTയുടെ നോട്ടീസും ഇൻകം ടാക്സിന്റെ നോട്ടീസൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ എന്താണെന്ന്. അപ്പോഴാണ് അന്വേഷിച്ചു പോവുക. പള്ളി, അമ്പലം, സ്കൂള്, കോളേജ് ഒന്നല്ല. ദിസ് ഇസ് എ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ്. ലീഗൽ എയർ ഐഡന്റിഫിക്കേഷൻ ടൂളിൽ കയറി കഴിഞ്ഞാൽ വിത്തിൻ ലെസ് ദാൻ 1 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗൽ എയറിനെ കാണാൻ പറ്റും. ഏതാണ് വെബ്സൈറ്റ്? ഏതാണ്? നമ്മൾ മുമ്പ് പറഞ്ഞത് നോമിനിയും അവകാശിയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു പറഞ്ഞത്. ഈ അവകാശികൾക്കുള്ള പവർ, അങ്ങനത്തെ കാര്യങ്ങൾ എന്താ, അല്ലെ നോമിനി എപ്പോഴാണ് ഇത് അവകാശിക്ക് കൊടുക്കേണ്ടത്? ഐഡിയലി നോമിനിയുടെ റോള് എന്ന് പറയുന്നത് ഈ ഓണർ ഉണ്ടാവില്ലേ, ഹോൾഡർ ഉണ്ടാവില്ലേ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് വാങ്ങിച്ചിട്ട് ഇൻഹെറിറ്റൻസ് ലോ പ്രകാരം കൊടുക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ബില്ല് എഴുതി കൊടുക്കാം. ബില്ലിൽ എഴുതിയിട്ടുണ്ടാവില്ലേ, ബില്ല് പ്രകാരം കൊടുക്കണം, ഇല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ലോ പ്രകാരം കൊടുക്കണം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പലപ്പോഴും ഈ നോമിനി അത് പോക്കറ്റ് ചെയ്യും. അതാണ് റിയാലിറ്റി സംഭവിക്കുന്നത്. നോമിനിക്ക് അറിയില്ല ഇത് കൊടുക്കേണ്ടതാണെന്ന്. പക്ഷെ ഇന്ത്യയിൽ ഇതിന്റെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. അത് ഹോൾഡറും നോമിനിയും റോങ് ആയിട്ടുള്ള ആളുടെ കയ്യിലേക്കല്ലേ പോണത്. അത് മറ്റേക്ക് അറിയാലോ. അതായത് ഈ പിന്തുടർച്ചയുള്ള എന്റെ നോർമലി സത്യം പറഞ്ഞാല് ഒരു വ്യക്തി ഡെപ്പോസിറ്റിൽ നോമിനിയെ വെക്കുന്ന ഒന്നിക്കൽ വൈഫിനെ വെക്കും, അല്ലെ ഏതെങ്കിലും മകളെ വെക്കും, അല്ലെ മകനെ വെക്കും. അല്ലാണ്ട് നമ്മൾ അടുത്ത വീട്ടിലാരും വെക്കില്ലല്ലോ. ഓൺലി യുവർ റിലേറ്റീവ് ഓൺലി യു പുട്ട്. ഇത് കുടുംബങ്ങളുടെ കാര്യത്തില്. പക്ഷേ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, പാർട്ട്ണറെ ആയിരിക്കും നോമിനി ആയിട്ട് വെക്കുക. അപ്പൊ ചില തർക്കങ്ങൾ ഉണ്ടാവും. അത് ഡിപ്പെൻസ് അപ്പോൺ പാർട്ട്ണർഷിപ്പ് ഫേം, അല്ലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, LLP. അതെപ്പോഴും നമ്മൾ കാണുന്നത് സക്സഷൻ എന്ന് പറയുന്നത് ബിസിനസിന്റെ സക്സഷൻ വേറെയാണ്, ഫാമിലിയുടെ സക്സഷൻ വേറെയാണ്. എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ഒരു അസറ്റാണ് പാർട്ട്ണർഷിപ്പിന്റെ ഫേമിന്റെ റൈറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പെർസെൻറ്റേജ് ഓഫ് ഷെയർ. അപ്പോൾ ആ ഷെയർ എന്നുള്ളതും ഈ പാർട്ട്ണർഷിപ്പ് റൈറ്റ്സും എന്ന് പറയുന്നത് ടെക്നിക്കലി ലീഗൽ എയർ പോലെ തന്നെയാണ്, ഇൻഹെറിറ്റൻസ് പോലെ തന്നെയാണ് വരിക. ഫോർ എക്സാമ്പിൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. 3 പാർട്ട്നേഴ്സിൽ ഒരു പാർട്ട്ണർ മരിച്ചു. ഓക്കെ, ബാക്കി 2 പാർട്ട്ണർ ഉണ്ട്. ഈ 2 പാർട്ട്ണർ വരുമ്പം മറ്റുള്ള ഈ പാർട്ട്ണർക്ക് ചിലപ്പോൾ 3 മക്കളും വൈഫും ഉണ്ടാവും. ഈ 4 പേരും പാർട്ട്ണറായിട്ട് വരൂല. 4 പേരും പാർട്ട്ണറായിട്ട് വരില്ല. കാരണം ഈ 2 പേർക്കും ഈ 4 പേരും പരിചയം തന്നെയില്ല, അല്ലേ? ഇയാളെ പരിചയമുണ്ട്, ഈ 4 പേരായിട്ട് 4 പേരും പാർട്ട്ണറായിട്ട് വരില്ല. അപ്പോൾ ഐഡിയൽ സിനാരിയോ എന്താ വേണ്ടത്? ഇവർക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരാളെ ഇയാൾക്ക് പകരമായിട്ട് പാർട്ട്ണറായിട്ട് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ഈ പാർട്ട്ണറുടെ ഷെയർ ഈ പാർട്ട്ണർഷിപ്പ് അയാൾക്ക് സെറ്റിൽ ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ആരും ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് വരില്ല. പക്ഷെ അങ്ങനെ നടക്കാറുണ്ടോ? ആർക്കും അറിയില്ല, ഇതാർക്കും അറിയില്ല, അല്ലേ? പ്രാക്ടിക്കലി ഇത് അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യണോ എന്ന് വേണ്ടെന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ആക്ടിന്റെ ഫോർമാറ്റ് അങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും ഈ ശരിയായ രീതിയിലായിരിക്കില്ല സ്ഥാപനങ്ങളിലാണെങ്കിൽ അവരുടെ സ്വത്ത് അല്ലെ ആസ്തികളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ കൈമാറിയിട്ടുള്ളതും ഒക്കെ അല്ലേ? പലപ്പോഴും അങ്ങനെ ആയിരിക്കും. എനിക്കൊന്നും ആർക്കും ഇതിന്റെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ മരിച്ചുപോയ പാർട്ട്ണറുടെ വൈഫും കുട്ടികളും ഒക്കെ എന്താ ചെയ്യുക? അവര് നിയമത്തിന്റെ വഴിയിൽ പോയാൽ ശരിയാവുമോ? പിന്നെ ക്ലെയിം ചെയ്യാം. ഇതിനെല്ലാം എല്ലാ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്തും ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഉണ്ടാവും, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഉണ്ടാവും, റിട്ടയർമെന്റ്, എല്ലാത്തിനും ക്ലോസ് അതിലുണ്ട്. പക്ഷെ പലപ്പോഴും ഈ 4 ഫാമിലിയിൽ ആർക്കും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പി തന്നെ ഉണ്ടാവില്ലല്ലോ. അല്ലേ? എൻ്റെ ഹസ്ബൻഡ് ഇതിലെ പാർട്ട്ണറാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഹസ്ബൻഡ് പാർട്ട്ണർ ആണെങ്കിൽ ഹസ്ബൻഡിനോട് അറ്റ്ലീസ്റ്റ് ആ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പി അദ്ദേഹത്തിന് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ പാർട്ണർ ആണെങ്കിൽ നിങ്ങൾക്ക് ശേഷം നമ്മൾ എങ്ങനെയാണ് അതിൽ വരുവോ അല്ലെ പോവുകയോ സെറ്റിൽ ചെയ്യോ? എന്താണ് അസറ്റ്? പ്രാക്ടിക്കലി സെറ്റിൽ ചെയ്യാൻ പറ്റൂല. അതിനുള്ള ക്യാഷ് ഫ്ലോ ആ ഫേമിൽ ഉണ്ടാവില്ല, അല്ലേ മറ്റേ പാർട്ണർ 2 പേരും വാങ്ങിക്കണം. കാരണം അതൊരു അസറ്റ് ആണല്ലോ, അത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബോഡി ആണല്ലോ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു പാർട്ണർ പോകുമ്പോൾ ഒരു കൈ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യാം? ഇറ്റ്സ് എ ബിസിനസ് അസറ്റ്, നോ? ജസ്റ്റ് കണ്ടിന്യൂറ്റി കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഐഡിയലി എന്താ ചെയ്യാ? ഇദ്ദേഹത്തിന് പകരം ഏതെങ്കിലും ഒരു മകനെയോ മകളെയോ അതിനെ റെപ്രസെന്റ് ചെയ്ത് ആ ഫാമിലിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഈ പാർട്ണറായിട്ട് വരും. 4 പേരെയും ആക്സെപ്റ്റ് ചെയ്യില്ല. സാധാരണ സംഭവിക്കുന്നത് ഇതായിരിക്കും. പക്ഷെ ഇതിലാണ് പ്രശ്നം വരുന്നത്. ഇതിൽ 4 പേരിൽ ആര് വരും എന്നതാണ് ക്ലാരിറ്റി.
ഞാനൊരു ജസ്റ്റ് ഒരു സിനാരിയോ പറയാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആയിരിക്കും. നിങ്ങൾ ഇത്രയും വർഷം മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങൾ ഒരുപാട് പേരുടെ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പേരുടെ ഉവ്വ്. വലിയ വലിയ കമ്പനിയുടെ ഓണ്ടർപ്രണർ മരണപ്പെടുന്നുണ്ടാവും അല്ലേ? മരിക്കുന്ന ദിവസവും അദ്ദേഹം തന്നെയാണ് ആ കമ്പനിയുടെ ചെയർമാനും MD-യും ഡയറക്ടറും. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും ആ പദവി തന്നെ തുടരുമായിരിക്കുമല്ലോ. അല്ല, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. സക്സഷൻ ചെയ്യാതെയാണ് പല സംരംഭകരും മരിക്കുന്നത്. അപ്പം ഒരു ചെയർമാൻ ആ പൊസിഷനിൽ നിന്ന് മരിക്കുന്നു, ഒരു MD ആ പൊസിഷനിൽ മരിക്കുന്നു. അടുത്തത് ചോദ്യം, മക്കളിൽ ആരാണ് അടുത്ത MD, അടുത്ത ചെയർമാൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയാതെയാണ് പോകുന്നുണ്ടാവും പലപ്പോഴും. ഇന്ത്യയിലെ പല ബിസിനസ് കുടുംബങ്ങളിലും ഈ പ്രശ്നമുണ്ട്. അതെ അതെ, ഇത് വളരെ കോമൺ ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് എനിക്ക് ഹാൻഡ് ഓവർ, കാരണം പലപ്പോഴും ഇത് ചെയ്യാത്തതിൻ്റെ റീസൺ, ഞാനീ പറയുന്ന സോ കോൾഡ് MD, ചെയർമാൻ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ പറയുന്ന സൊസൈറ്റിയിൽ ദേ ആർ നോൺ ഫോർ എ ചെയർമാൻ ആൻഡ് MD. യെസ് എക്സ് ചെയർമാൻ, എക്സ് MD എന്ന് അവർക്ക് പറയാൻ താല്പര്യമില്ല യെസ് അല്ലേ? അവരുടെ ഐഡൻറ്റിറ്റി അതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ് വേറെ കൺസേൺ. അതുകൊണ്ടാണ് കൊടുക്കാത്തത് പലപ്പോഴും. അപ്പോൾ ഇത് അവിടെയും ഇവിടെയും കൊടുത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, കൊടുക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കണ്ടിട്ടുണ്ട്. അപ്പം ഇതിലിപ്പം മറ്റേ പൂച്ചക്കാർ മണി കെട്ടും എന്ന അവസ്ഥയിലാണ് പലപ്പോഴും. ഇതൊരു ഭയങ്കര ഡെലിഗേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പല ആൾക്കാരും പ്രസ്യൂം ചെയ്യാണ് എനിക്ക് സക്സഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വേറൊരു സിനാരി വരും, പല ആൾക്കാരും പറയും ഞാനില്ലാതെ ആ കമ്പനി നടക്കുമെന്ന് പറയും. എൻ്റെ ആവശ്യമൊന്നുമില്ല, കമ്പനി വളരെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, ഞാനിപ്പം 1 മാസം 2 മാസം പോയില്ലെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് അത് കമ്പനി നടക്കുന്നത്. അപ്പം ഞാനതിനെ ഒരു എക്സാമ്പിളായിട്ട് പറയും, ഈ ഗൾഫിൽ പോയ അച്ഛനെ പോലെയാണ്. ഗൾഫിൽ പോയ അച്ഛനെ നമ്മളെപ്പോഴും ഒരു കുട്ടി വഴക്കുണ്ടാക്കുമ്പോൾ എന്താ പറയുക, അച്ഛൻ നാളെ വന്നാൽ പറയും, അച്ഛൻ ഗൾഫിൽ പോയിട്ടുണ്ട്, അച്ഛൻ ലീവിനാണ്, അച്ഛൻ ലീവിന് നാളെ വരുമല്ലോ, വന്നാൽ പറയും ആ അച്ഛൻ നാളെ വരും എന്നൊരു പേടിപ്പിക്കൽ കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇവിടെ അമ്മ വളർത്തുന്നുണ്ടാവുക. അച്ഛൻ നാളെ വന്നാൽ പറയുന്നല്ലേ, പുറത്ത് പോയി അച്ഛൻ നാളെ വരും, അച്ഛനെ കാണിച്ചിട്ടാണല്ലോ, നാളെ വരുന്ന അച്ഛനെ കാണിച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലൈൻറ്റ്. അതുപോലെ ഈ 2 മാസം 1 മാസമൊക്കെ ഒരാൾ മാറി നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓറയും അദ്ദേഹത്തിൻ്റെ ഒരു ഫിയർ ഫാക്ടറും ആ കമ്പനിയിലുണ്ട്. കാരണം 2 മാസം കഴിഞ്ഞ് ഇദ്ദേഹം വരും, 1 മാസം കഴിഞ്ഞ് ഇദ്ദേഹം വരും, വന്നാലും ഒരു ഫിയർ ഫാക്ടർ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും വരാത്ത അച്ഛനാണെങ്കിൽ എന്താ അവസ്ഥ അല്ലേ? ഇദ്ദേഹം ഒരിക്കലും വരില്ല, മരണിച്ച് കഴിഞ്ഞാൽ വരില്ലല്ലോ പിന്നെ അല്ലേ? അല്ല, അതിനുശേഷം സക്സഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളില്ലാതെ എങ്ങനെ നടത്തുന്നു? അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് 100 വർഷം പഴക്കമുള്ള കമ്പനികളൊന്നും ഇന്ത്യയിൽ ഇല്ലാത്തത്. അത്രയും ഓൾഡ് കമ്പനികളൊന്നും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വിദേശ രാജ്യങ്ങളെല്ലാം അവിടുത്തെ കമ്പനികൾ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര കാര്യമായിട്ട് നോക്കും. പിന്നെ യു ടേക്ക് ജപ്പാൻ അല്ലെങ്കിൽ UK എല്ലാം കമ്പനിയുടെ ഇൻക്യുബേഷൻ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ വെരി ക്ലിയർ. അവർ ഇതൊക്കെ നമ്മൾക്ക് വളരെ ഇമോഷനാണ്. ബിസിനസ് ഈസ് ഇമോഷൻ ഫോർ അസ്. അവർക്ക് ഇമോഷൻ ഒന്നുമല്ല, ഫോർ ദം ഈസ് എ ബിസിനസ്. പ്രത്യേകിച്ചും കുടുംബ ബിസിനസ് ആണെങ്കിൽ അതെ വളരെ വളരെ ക്ലിയർ കട്ട് ഡിഫൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്രൈവറ്റ് ട്രസ്റ്റിനെ കുറിച്ച് പറയും. ഇവിടെ പ്രൈവറ്റ് ട്രസ്റ്റ് ഇപ്പോഴും കേരളത്തിൽ ആരും ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സെക്ടറാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതവസരത്തിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? അത് നമുക്ക് ഒരു അത്യാവശ്യം ഫാമിലി ട്രസ്റ്റ്, ഫാമിലി പ്രൈവറ്റ് ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ്, വഖഫ്, പള്ളി, അമ്പലം, സ്കൂള്, കോളേജൊന്നുമല്ല. ദിസ് ഇസ് എ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ്. വൈഫ്, ഹസ്ബൻഡ്, മക്കൾ മാത്രമുള്ള ഒരു പ്രൈവറ്റ് ട്രസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പോർട്ട്ഫോളിയോ അസറ്റ് ഉണ്ട്, ഒരു ലാർജ് പോർട്ട്ഫോളിയോ. മേ ബി ഐ വുഡ് സേ ദാറ്റ് മേ ബി ഒരു 15, 20, 25 crore കൈൻഡ് ഓഫ് എ വെൽത്ത്. പക്ഷെ അത് എനിക്ക് പ്രിസർവ് ചെയ്യണം. ആ അസറ്റ് എന്നിൽ നിന്ന് ആരും കൊണ്ടുപോകാൻ പാടില്ല, എൻ്റെ മക്കളിൽ നിന്ന് ആരും കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ അല്ലേ? അടുത്ത ജനറേഷനിലേക്ക് ഈ അസറ്റ് കൊണ്ട് ഉപയോഗിക്കണം. വലിയ എഴുതുമ്പോൾ സംഭവിക്കുന്നത്, എൻ്റെ മരണശേഷം എൻ്റെ വൈഫും മക്കളും ഈ ഷെയർ ചെയ്യുന്നു. ഓക്കെ, 3 പീസാകുന്നു, ഓരോരുത്തരുടെ ഷെയർ കിട്ടും. ഷെയർ കിട്ടിയ ആൾക്ക് വന്നിട്ട് ഒരാൾ ചിലപ്പം ആ ഷെയർ കൊണ്ട് നന്നാവും, വേറൊരാൾ ആ ഷെയർ 6 കൊല്ലം കൊണ്ട് അത് തീർക്കും. ചിലപ്പോൾ അസറ്റ് ഉണ്ടാവില്ല, ഒരു മകൾക്ക് കൊടുത്ത് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പല സിനാരിയോ സംഭവിക്കാം. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി ഞാനൊരു ട്രസ്റ്റിലിട്ട് കഴിഞ്ഞാൽ ആർക്കും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ, നോബഡി കൻ ടച്ച്. ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊട്ടക്ഷൻ, അസറ്റ് പ്രൊട്ടക്ഷൻ, നോബഡി ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മുടെ പാരമ്പര്യ സ്വത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ഫീലാണോ അതിന്റെ പിന്നിൽ? അതന്നെ, ഓക്കെ, അത് പ്രൊട്ടക്ഷൻ തന്നെയാണ് മെയിനായിട്ട്. നാളെ ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു പുട്ടിൻസേ ഒരു ഫിലിം പ്രൊഡ്യൂസർ, ഓക്കെ, അദ്ദേഹം അത്യാവശ്യം ഒരു 10, 20, 25 കോടിയുടെ ആസ്തിയുണ്ട്. അദ്ദേഹം അടുത്ത സിനിമ എടുക്കാൻ പോകണം.
ഉം. അല്ലേ? എന്താ ചെയ്യുക? ഇത് കൊണ്ടുപോയിട്ട് പിന്നെ വല്ല ലോണിന് എടുത്തിട്ടോ ബ്രഡ്ജ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സിനിമ എടുക്കുക. അടുത്ത സിനിമ പൊളിയുന്നു ഫോർ എക്സാമ്പിൾ. അല്ല ഈ പ്രൈവറ്റ് സ്വത്ത് മൊത്തം പോവും അല്ലേ? ഓക്കെ. അതേ സമയത്ത് ഈ ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ 10-25 കോടിയിൽ 10 കോടി മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഒരു ട്രസ്റ്റിലിടുന്നു. യെസ്. ഓക്കെ, ഇനി 15 കോടി റിസ്ക് എടുക്കുന്നു. അതിലാർക്കും തൊടാൻ പറ്റില്ല. 10 കോടിക്ക് ആരും തൊടാൻ പറ്റത്തില്ല. യെസ്. കാരണം അദ്ദേഹത്തിൻ്റെ പേരില്ല. ഉം. പല നമ്മൾ പറഞ്ഞില്ലേ പാപ്പർ സൂട്ട് ഫയൽ ചെയ്യുന്ന ആൾക്കാർ പാപ്പരാവാം. ഇതതിന്റെ പരിധി പാപ്പരാവുന്ന വരില്ല എന്ന് ആൾക്കാരൊക്കെ പറയുന്നു. ആദ്യമേ വന്നിട്ട് ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് പാപ്പരാവുന്നത്. ഓക്കെ. പാപ്പരാവാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? യെസ്. എന്നിട്ടാണ് പറയുക ഞാൻ പാപ്പറായിരുന്നു അല്ലേ? കാരണം എന്താ? ഇറ്റ് ഗിവ് യു പ്രൊട്ടക്ഷൻ. ഓക്കെ. നോബഡി ക്യാൻ ടച്ച് ദ പ്രോപ്പർട്ടി. കാരണം ഇറ്റ്സ് നോട്ട് മൈൻ, എൻ്റെതല്ല. നിയമത്തിനും trust- പറ്റില്ല. ഇല്ല, ഒന്നിനും പറ്റില്ല. എൻ്റെതല്ല, എൻ്റെ പേരിൽ ഞാൻ കാരണമാണല്ലോ ലയബിലിറ്റി. ഓക്കെ. എൻ്റെ ലയബിലിറ്റി എൻ്റെ ലയബിലിറ്റിയാണ് അല്ലേ? അത് ആ ട്രസ്റ്റിന്റെയാണ്. ട്രസ്റ്റിൻ്റെ ആണ്. Yes. ട്രസ്റ്റ് വേറെയാണ്, ഞാൻ വേറെയാണ് അല്ല. എൻ്റെ ഓണർഷിപ്പ് ഞാൻ കൊടുത്തു. അതിന് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അത് റിവോക്കബിൾ അല്ല ഇറിവോക്കബിൾ എന്നുണ്ട്. ഇറിവോക്കബിൾ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെതല്ല. അപ്പം നമ്മൾ യു കെയിൽ എല്ലാവരും, പിന്നെ യു കെയിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട് ആ രാജ്യങ്ങളിൽ. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 30-40% ടാക്സ് ഇൻഹെറിറ്റൻസ് ആയിട്ട് പോകും. ഓക്കെ. അത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി മക്കൾക്ക് പോകത്തുള്ളൂ. ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല, അബോളിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. ഓക്കെ. നാളെ ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ട്രസ്റ്റിൻ്റെ പുറകെ പോകും. ഓക്കെ. ട്രസ്റ്റ് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ ഇൻഹെറിറ്റൻസ് ടാക്സ് വന്നാൽ. നമ്മൾ വില്ലിലേക്ക് വന്നാൽ ഇപ്പം ഒരു ഇടത്തരക്കാരന് വില്ല് എഴുതി വെക്കാൻ പറ്റുമോ? പറ്റും. അതോ പിന്നെ അത് സമ്പന്നന് മാത്രമേ പറ്റുള്ളൂ? ഇടത്തരക്കാരന് ഒരു 50 ലക്ഷം രൂപ സമ്പന്നൻ്റെ 5 കോടി പോലെ തന്നെയാണ്. അതെ. അല്ലേ? ഉം. അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ, എനിക്ക് വൈഫും ഉണ്ട് മക്കളും ഉണ്ട്. ആ 50 ലക്ഷം ഇൻഹെറിറ്റൻസ് ലോ എനിക്ക് ഹാപ്പിയാണ് ഉം. അല്ലേ? എൻ്റെ വൈഫിനും മക്കൾക്കും ഈക്വലാണ്. ഉം. അങ്ങനെ കിട്ടിയാൽ മതി, നോ പ്രോബ്ലം. ഇപ്പം ഞാൻ പറയാണ്, എൻ്റെ മക്കൾക്കല്ല എൻ്റെ വൈഫിനാണ് ഈ 50 ലക്ഷം പോകേണ്ടത്. ഞാനത് വില്ലിൽ കൂടി മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. വില്ല് എഴുതിയിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് രീതിയിലായിരിക്കും ലോ നടക്കുക. അപ്പം ഞാൻ വില്ല് എഴുതേണ്ട എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഞാനൊരു ഇത് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഓരോ ഫാമിലി ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരുടെയും ഓരോ കോമ്പിനേഷൻ അനുസരിച്ച് ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ കമ്പനി ഒരു ലീഗൽ എയർ ഐഡൻറ്റിഫിക്കേഷൻ ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8 മാസം ഉണ്ടായി ഞങ്ങൾ ഉണ്ടാക്കാൻ. അത് ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8 മാസം പണിയെടുത്തിട്ടാണ് ഈ ടൂൾ ഉണ്ടാക്കിയത്. യു നീഡ് ടു സ്പെൻഡ് ഓൺലി 1 മിനിറ്റ്. ഓക്കെ. ട്രൂ ലെഗസിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ലീഗൽ എയർ ഐഡൻറ്റിഫിക്കേഷൻ ടൂളിൽ കയറി കഴിഞ്ഞാൽ വിത്തിൻ ലെസ് ദാൻ 1 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗൽ എയറിനെ കാണാൻ പറ്റും. ഏതാണ് വെബ്സൈറ്റ്? ഏതാണ്? ട്രൂ ലെഗസി. ട്രൂ ലെഗസി. ആൾക്കാർക്ക് ഉപകാരപ്പെടുമല്ലോ. ട്രൂ ലെഗസി എന്നാണ് വെബ്സൈറ്റ്. അതിൻ്റെ അകത്ത് ലീഗൽ എയർ ഐഡൻറ്റിഫിക്കേഷൻ ടൂൾ ഉണ്ട്. ആ ടൂളിൽ കയറിയിട്ട് 7 ചോദ്യം ഉത്തരം പറഞ്ഞാൽ മതി. നമ്മുടെ റിലീജിയൻ എന്താണ്, നമ്മുടെ വൈഫ്, നമ്മുടെ എല്ലാം ബേസിക് ലെവൽ ഇൻഫർമേഷൻ. 7 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കുക. ടിക്കറ്റ് അടിച്ചാൽ മതി. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ടു നോ ഹൂ ഈസ് യുവർ ലീഗൽ എയർ. ഓരോരുത്തർക്ക് എത്ര ഷെയർ പോവും. ഓക്കെ, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതിലറിയാൻ പറ്റും. ഓക്കെ, ആർക്ക് എത്ര ഷെയർ കിട്ടും, മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ആർക്കായാലും മൊത്തം കിട്ടും. അത് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. അത് എൻ്റെ വിഷയം അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. അത് നിങ്ങളുടെ വിഷയം അതുമായിട്ട് നിങ്ങൾ മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ബില്ല് എഴുതണം. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് അഡ്വൈസ്. അതാണ് കുറച്ചുകൂടി സിമ്പിൾ. കാരണം പറഞ്ഞ് നമുക്ക് ഇത് ഇഷ്ടമാവും. അതിനെക്കാട്ടും ബെസ്റ്റ് ഞാൻ പറയാൻ വന്നിട്ട് ടൂൾ അവിടെയുണ്ട്. ടൂളിൽ പോയി നോക്കൂ. അത് നിങ്ങളുടെ വിഷയമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ലോ വിൽ ടേക്ക് കെയർ. നിങ്ങളുടെ വിഷയം അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ബില്ല് എഴുതാം. അതിപ്പോൾ ആണായാലും പെണ്ണായാലും. ഇനി ഒരാൾ വില്ല് എഴുതാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ്, സാർ പറഞ്ഞ പോലെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോയി വില്ല് തയ്യാറാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കേസിൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന് അയാൾക്ക് വില്ല് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല, ഓർമ്മശക്തി ഇല്ല, അൺസൗണ്ട് മൈൻഡാണ്, ഒരിക്കലും വില്ല് എഴുതാൻ പാടില്ല. ഇറ്റ് ബിക്കം എ പ്രോബ്ലം. ഓക്കെ. അയാൾക്ക് വില്ല് എഴുതാൻ പാടില്ല. അയാളുടെ വില്ല് വാലിഡ് അല്ല. ചിലപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് വന്ന് പറയും, സാറേ തമ്പ് വെച്ച് ചെയ്യാൻ പറ്റുമോ, അച്ഛൻ ഇപ്പോൾ നല്ല ഓർമ്മക്കുറവുണ്ട്. ഞാൻ പറയും ഞാൻ ചെയ്തില്ല. വിൽ ബി ട്രബിൾ. കാരണം ചെയ്യാൻ പറ്റാത്തവരെ കൊണ്ട് നമ്മളിങ്ങനെ ലീഗലി വഞ്ചനയായി. പിന്നെ ഞാനത് ചെയ്യില്ല. അപ്പോൾ അത് ദാറ്റ്സ് എ ഫാക്ട്. അത് നമുക്കതൊരു വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ വില്ല് പ്രൊബേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്
മരണശേഷമാണ് ഇത് ഡോക്യുമെൻ്റ് ആവുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ആർക്കെങ്കിലും സംശയം വരുന്നു, ഇത് ഒറിജിനൽ അല്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് സിഗ്നേച്ചർ ഫാദറിൻ്റെ അല്ല, ഇത് ഫാദറിനെ പ്രഷർ ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതാണ്, മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ചാണ്, ഇങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ നമ്മൾ കോടതി പോയിട്ട് ഈ പറയുന്ന വില്ല് ഒറിജിനൽ ആണ് എന്ന രീതി ഇദ്ദേഹം തന്നെ എഴുതിയെന്ന് പറയുമ്പോൾ അതിനെ സർട്ടിഫൈ ചെയ്യണം. കോടതി എങ്ങനെയാണ് ഈ വില്ലിനെ സർട്ടിഫൈ ചെയ്യുന്നത്? ഈ വില്ല് എഴുതിയത് ആരാണോ എഴുതിയത് അയാൾ എഴുതുന്നത് കണ്ടു എന്ന് പറഞ്ഞ 2 വിറ്റ്നസ് വേണം. അതിലേതെങ്കിലും ഒരു വിറ്റ്നസ് ഹാജരായിട്ട് പറയാണ്, ഇല്ല ഞാൻ കണ്ടു, അദ്ദേഹം എഴുതുന്നത് ഞാൻ വില്ല് കണ്ടു, അങ്ങനെ വിറ്റ്നസ് കൊടുത്താൽ ഇത് പ്രൊബേറ്റീവ്. സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ വിൽ കോൾഡ് ആസ് എ പ്രൊബേറ്റ്. പ്രൊബേറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് മദ്രാസിലുണ്ടായിരുന്നു, കൽക്കട്ടയിലുണ്ടായിരുന്നു, പിന്നെ മുംബൈയിലുണ്ടായിരുന്നു. ഓക്കെ, അതിപ്പം അബോളിഷ് ചെയ്തു. ഇപ്പം മാൻഡേറ്ററി അല്ല, പ്രസക്തി ഇല്ല എന്ന് പറയുമ്പോഴും പ്രാക്ടിക്കലി എല്ലാ സ്റ്റേറ്റിലും പ്രൊബേറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ റവന്യൂ അതോറിറ്റി പോയിട്ട് മ്യൂട്ടേഷൻ ചെയ്യുമല്ലോ, ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ ബില്ല് വേണം. പലപ്പോഴും റവന്യൂ അതോറിറ്റി മ്യൂട്ടേഷൻ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യില്ല, അവർക്ക് പേടിയാണ്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നതാണ്. അവരെന്താ ആദ്യം പറയുന്നത് പറഞ്ഞാൽ, ഇപ്പം കേരള ഹൈക്കോടതി റൂളിംഗ് തന്നെയുണ്ട്, മ്യൂട്ടേഷൻ ചെയ്യുവാണെങ്കിൽ മറ്റുള്ള ലീഗൽ ലെയേഴ്സിൻ്റെ NOC കൂടി വേണം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അപ്പോൾ ബില്ല് എഴുതുന്നതിന് വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ എന്താ വേണ്ടത്? ബില്ല് എഴുതുന്നതല്ല കാര്യം, എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് കാര്യം. അല്ല, ഇറ്റ്സ് നോട്ട് വാട്ട് യു റൈറ്റ്, ഹൗ യു റൈറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ. അപ്പോൾ എവിഡൻസ് വേണം, ലീഗലൈസ് ചെയ്യണം. ഇത് ഏത് ബില്ല് എഴുതുമ്പോഴും നാളെ അത് കോടതിയിൽ ഒരാൾ ചാലഞ്ച് ചെയ്യും എന്ന് ഉറപ്പോട് കൂടി തന്നെ ബില്ല് എഴുതാം. അല്ലാണ്ട് എൻ്റെ ബില്ല് ആരും കാണില്ല, ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചു, ഞാൻ കൊടുത്തു വന്നു, അങ്ങനെയൊന്നുമില്ല. ബിൽ ഈസ് എ ഡോക്യുമെൻറ്റ് ക്യാൻ ബി ചാലഞ്ച്ഡ്. അവിടെയാണ് ട്രസ്റ്റിൻ്റെ പ്രസക്തി വരുന്നത്. കാരണം ബിൽ ഹാസ് ടു ഗോ ത്രൂ ദിസ് കോർട്ട് പ്രൊസീജിയേഴ്സ്, പ്രൊബേറ്റ്, ഓൾ ദ കോർട്ട്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ സക്സഷൻ ചെയ്തു, ഐ ഹാവ് ഡൺ മൈ സക്സഷൻ. ഇറ്റ്സ് എ സ്മൂത്ത് ട്രാൻസിഷൻ. അതായത് നമ്മുടെ ഒരു ഡെത്തും ട്രസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ കാലങ്ങളായിട്ട് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന രീതികളാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മാരേജ്, ഇതൊന്നും അല്ലാതെ ഇപ്പം ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ കൂടി വരുന്നുണ്ട്. അത് പിന്നെ ഡൈവോഴ്സസ് കൂടി വരുന്നുണ്ട്. ഈ 2 സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സ്വത്ത് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ടി വരിക? ഞാൻ നമ്മുടെ CM-നോട് ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8th, 9th, 10th തന്നെ പഠിപ്പിക്കേണ്ട മാൻഡേറ്ററി കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ്, ഫിനാൻഷ്യൽ പാർട്ട്, ടാക്സ്, GST, ഇങ്ങനത്തെ ഇൻഹെറിറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ബേസിക് ലെവലിലുള്ള നോളജ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണം. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇത് പർപ്പസ്ലി ആണോ പഠിപ്പിക്കാത്തത്. സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് തന്നെയല്ല, വീട്ടിലും പറഞ്ഞു കൊടുക്കണം. അച്ഛനും അമ്മയും മക്കൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം. അച്ഛനും അമ്മയ്ക്ക് ടാക്സ് അറിയണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഇൻകം ടാക്സ് എന്താണെന്ന്. നമ്മളെല്ലാം നാളെ 30 വയസ്സിൽ നമ്മളെല്ലാം വരുമാനം ഉണ്ടാക്കും. നമ്മൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിൽ വന്നിട്ട് ടാക്സ് നമ്മൾ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പല സെലിബ്രിറ്റികളും എന്നോട് സംസാരിക്കുമ്പോൾ അവർ പറയും GST എന്ന കോൺസെപ്റ്റ് അവർക്ക് അറിയില്ല എന്നാണ് പറയാം. എന്താണ് സാർ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, വാട്ട് ഈസ് GST? അപ്പോൾ ബേസിക്കലി പല ആൾക്കാർക്ക് ഇൻകം ടാക്സും TDS-ഉം GST ഇതിൻ്റെ ഡിഫറൻസ് അറിയില്ല. കാരണം ഇതാരും നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതൊക്കെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇത് പർപ്പസിലാണോ പഠിപ്പിക്കാത്തത്. കാരണം പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ GST-യുടെ നോട്ടീസും ഇൻകം ടാക്സിൻ്റെ നോട്ടീസൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ എന്താണെന്ന്. അപ്പോഴാണ് അന്വേഷിക്കുക ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാരാണെന്ന്. അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂ എനിക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി അലേർട്ടാവും. എനിക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ ഞാൻ പെട്ടുപോകണം. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ ഇന്ത്യയിൽ പല ആൾക്കാർ ഇങ്ങനെ പെട്ടുപോകുമ്പോഴാണ് ഇവർക്ക് പൈസ എടുക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ പറഞ്ഞു, എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ജപ്പാനിൽ പഠിപ്പിക്കുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ചോദ്യത്തിൻ്റെ കാര്യം പറയാം. ഈ ഡൈവേഴ്സിൻ്റെ ഒരു സിറ്റുവേഷനും ഈ പറയുന്ന ലിവിങ് ടുഗദർ ഇതൊക്കെ ഇതിന് മുമ്പൊക്കെ നമുക്കൊരു 10, 25, 26 വയസ്സ് ബിഫോർ എ മാരേജ് അറിയേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഹെറിറ്റൻസ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു എ ലിവിങ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബിഫോർ ഗെറ്റിംഗ് ഫോർ എ മാരേജ്. ഡൈവേഴ്സ് ആകുന്നതിന് മുമ്പ്, മാരേജിന് മുമ്പ് അറിയേണ്ട കാര്യമാണ് എന്താണ് ഇൻഹെറിറ്റൻസ്. എൻ്റെ റിലീജിയൻ ഏതാണ്, എൻ്റെ റിലീജിയനിൽ എന്താണ് എൻ്റെ ഇൻഹെറിറ്റൻസ്, എനിക്ക് വില്ല് എഴുതാൻ പറ്റുമോ, അല്ലേ? ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ പേരാണ് ഞാൻ നോമിനിയായിട്ട് കൊടുത്തത് കമ്പനിയിൽ. ആഫ്റ്റർ മാരേജ് എൻ്റെ നോമിനേഷൻ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഒരാളും ചെയ്യില്ല, അറിയില്ല. ഐ ഹവ് സീൻ മെനി കേസസ് വന്നിട്ട് കപ്പിൾസ് മേ ബി ഒരു 30, 34 വന്നിട്ട് പലപ്പോഴും ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാവും. ആക്സിഡൻറ്റ് ഡെത്ത് ഉണ്ടാകുമ്പം കമ്പനിയിൽ നിന്ന് ക്ലെയിം ഉണ്ടാവും.
ക്ലെയിം ഉണ്ടാകുമ്പോൾ പ്രാക്ടിക്കലി വൈഫിന് ക്ലെയിം വരില്ല. കാരണം കമ്പനിയുടെ റെക്കോർഡിൽ അമ്മയാണ് നോമിനി. ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മൾ കാണുന്ന സാഹചര്യങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യയിൽ ഇതിന് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോമിനിയെ മാറ്റാം. പിന്നെ നമുക്ക് അതെൻ്റെ റൈറ്റ്സ് അല്ലേ, മൈ റൈറ്റ്സ്. വില്ല് മാറ്റാം, നോമിനി. എൻ്റെ അസറ്റിൻ്റെ നോമിനി ആരാവണം ഞാനാ ഡിസൈഡ് ചെയ്യുന്നത്. ഐ ഹാവ് ദ റൈറ്റ് ടു ഡിസൈഡ്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കുന്ന എല്ലാവരും അറിയേണ്ടതാണ് നമ്മുടെ 498 സെക്ഷൻ അല്ലേ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്. അതൊക്കെ വിചാരിച്ച് ആരെങ്കിലും കല്യാണം കഴിക്കൂ? അറിയണമല്ലോ. ബട്ട് ഓൾ ദോസ് തിങ്സ് പ്രശ്നത്തിൽ വരുമ്പോഴാണല്ലേ വേണം. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ചിട്ട് ഒരു ഡൈവേഴ്സിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ വരുന്ന ബോണസ് ആണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും 498 അല്ലേ. ബട്ട് മെയിൽ ഷുഡ് നോ ബിഫോർ എ മാരേജ്. പക്ഷെ ഇതാരും പഠിപ്പിക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് സർട്ടൻ ലോസ് ആർ ബേസിക് ലോ, ലൈഫിന്റെ ഭാഗമായിട്ട് വരുന്ന. മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല അല്ലേ. ക്രിമിനൽ ലോ ആക്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ഫോളോ ആകുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. ഇത് പഠിപ്പിക്കാൻ നോട്ട് എ റോക്കറ്റ് സയൻസ്. ഹാർഡ്ലി ഒരു ഹാഫ് ഡേ അവയർനെസ് കൊടുത്താൽ എല്ലാവർക്കും അറിയേണ്ട കേസാണ്. പക്ഷേ നടക്കുന്നില്ല. അല്ല, ഇങ്ങനത്തെ ചില ലീഗൽ സൊസൈറ്റികളൊക്കെ ചില ക്ലാസ്സുകൾ എടുക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു വൈഡായിട്ട് സ്കൂളുകളിലോ ജനങ്ങളിലേക്കില്ലല്ലോ. അതെ, ഇതൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ക്ലാസ് എടുക്കുന്ന വേറെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ്, ഒരു വക്കീൽ ക്ലാസ് എടുക്കുന്ന വേറെ ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സിനാണ്. അതെ, ജനങ്ങൾക്ക് ആരാണ് ക്ലാസ് എടുക്കുന്നത്? ഒരാളും പഠിപ്പിക്കുന്നില്ല. ഞാൻ കാണുന്ന എല്ലാ സിറ്റുവേഷനിലും ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യുന്നത് ആ സിറ്റുവേഷനിൽ പെടുമ്പോഴാണ് ഇവർ ഈ നിയമത്തിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പം പിന്നെ മറ്റേ ചാറ്റ് GPT യും ക്ലൗഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പോയി കഴിഞ്ഞാൽ മൊത്തം ഉള്ള അറ്റാക്ക് വരും, നമുക്കുള്ള സംഭവം കൂടി മറന്നു അല്ലേ. ഇപ്പം ഈ പറഞ്ഞ പോലെ സ്വർണം അതല്ലെങ്കിൽ ഭൂമി, ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് ഡിജിറ്റൽ അസറ്റ്സും ഉണ്ട്. ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വിദേശത്തു നിന്ന് ഒരുപാട് വരുമാനം വരുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? ഇത് പുതിയ കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. എല്ലാത്തിനും ഉണ്ട്. ഈവൻ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പറയാം ആരാണ് നമ്മുടെ ലീഗലായി. ഈവൻ നമ്മുടെ ഫോണിൽ തന്നെയുണ്ട്. ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോണിൽ തന്നെ പറയുന്നത് ആരാണ് നിങ്ങളുടെ ലീഗൽ, ആരാണ് കസ്റ്റോഡിയൻ, അതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തും അസറ്റാണ് മാം. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തും അസറ്റാണ്. ഓക്കെ, ആ അസറ്റ് ഞാനാണ് അതിൻ്റെ ഓണർ, ടൈറ്റിൽ. അത് എനിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. ഇറ്റ് ഈസ് മൈ റൈറ്റ്. പക്ഷേങ്കിൽ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ പിന്നീട് ആ യൂട്യൂബ്, ഫോർ എക്സാമ്പിൾ എനിക്കൊരു കമ്പനി ഉണ്ട്, എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് ആ മകൻ ആ കമ്പനി പിന്നെയും നന്നായി നടത്തിക്കൊണ്ടുപോകും. എൻ്റെ യൂട്യൂബ് എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ മകൻ യൂട്യൂബ് കൊണ്ട് നടത്താൻ പറ്റില്ല. എൻ്റെ യൂട്യൂബ് അതോടുകൂടി കഴിഞ്ഞു അല്ലേ. പിന്നെ അത് മെമ്മറി അക്കൗണ്ടായി മാറും. നമ്മൾ ഈ പറഞ്ഞതിൽ വിട്ടുപോയ ഒരു വിഭാഗമുണ്ട്, NRIകൾ. അവർക്ക് ഇത്തരത്തിലുള്ള സക്സഷൻ പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങൾ, നോമിനി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ? എന്താണ് ആ ഒരു സിനേരിയോ? നമുക്കധികം ആർക്കും അറിയില്ല. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ബേസിക്കലി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടാണ്. ഞാൻ സ്പെഷ്യലൈസ് ഇൻ ടാക്സ്, ഇൻകം ടാക്സ് ആണ് എൻ്റെ ഒരു കോർ സബ്ജക്റ്റും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് വേറൊരു കമ്പനി ഉണ്ട്, പ്രവാസി ടാക്സ്. ഒരു 1000-1500 NRI ക്ലയൻസ് ഉണ്ട് നമുക്ക് അക്രോസ് ഗ്ലോബ് ആൻഡ് എസ്പെഷ്യലി ഗൾഫിൽ. സത്യം പറഞ്ഞാൽ ഞാൻ സക്സഷൻ പ്ലാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് NRIകൾക്കാണ്. ഞാൻ 2022 മുതൽ ഞാൻ ഈ ഒരു എക്സ്ക്ലൂസീവ്ലി ഈ സക്സഷൻ സ്റ്റാർട്ട് ചെയ്ത NRIസിനാണ്. പക്ഷേ അവരുടെ അസറ്റ് ഏറെയും അവർ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തായിരിക്കും. രണ്ട് ടൈപ്പ് NRI ഉണ്ട് നമുക്ക്. നമ്മൾ NRI എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് NRI രണ്ട് ടൈപ്പ് NRI ഉണ്ട്. ഗൾഫ് NRI ഉണ്ട് ആൻഡ് നോൺ ഗൾഫ് NRI ഉണ്ട്. ഗൾഫിലെ NRIയുടെ വെൽത്ത് മുഴുവൻ കിടക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, നമ്മുടെ മൊത്തം കേരളത്തിൻ്റെ GDPൻ്റെ മേജർ കോൺട്രിബ്യൂട്ടർ NRI ഫ്രം അവർ ഗൾഫ് റീജിയൻ. ഈ നോൺ ഗൾഫ് NRIs ഉണ്ട്, യൂറോപ്പിലും US-ലും കാനഡയിലും ഒക്കെയുള്ള ആൾക്കാർ. അവർ ടൂറിസ്റ്റിനെ പോലെ ഇവിടെ വന്നു പോകുന്നതല്ലാണ്ട് ദേ നെവർ കോൺട്രിബ്യൂട്ട് ടു GDP. അവർ വിസിറ്റേഴ്സ് ആണ്. അവർക്കപ്പം നമ്മളുടെ ഇത്തരം പ്ലാനിങ്ങുകളും കാര്യങ്ങളും അവർക്ക് വെൽത്ത് ഇല്ല. അവർക്ക് ഇവിടെ വെൽത്ത് ഇല്ല. ഉണ്ടെങ്കിൽ അതും വന്നാലും അത് വിറ്റിട്ട് പോകേണ്ട ഒരു തോട്ടാണ്. അല്ലെങ്കിൽ അവരുടെ പേരൻസിനുള്ള അത് മാത്രം, അത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള മേ ബി ഒരു സ്വത്തോ വീടോ വലിയ തറവാടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ലാർജ് ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവരൊന്നും ഒരിക്കലും ഇവിടെ വന്നിട്ട് നല്ല ഫ്രിഡ്ജോ TVയോ വാഷിംഗ് മെഷീനോ വാങ്ങില്ല. ഇതെല്ലാം വാങ്ങിക്കുന്നത് ഗൾഫ് NRIs ആണ്. അവരാണ് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇവിടുത്തെ വീട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യം തോന്നുന്നില്ല, കാരണം അവർ താമസിക്കുന്നത് അവിടെയാണ് അല്ലേ. അപ്പം ഈ രണ്ട് ടൈപ്പ് NRIസിനും നമ്മൾ മനസ്സിലാക്കേണ്ടത്, NRIs ഇൻ ദ ഗൾഫ് വന്നിട്ട്
അവരുടെ വെൽത്ത് മുഴുവനും കിടക്കുന്ന എവിടെയാണ്? ഉം, ഉം, പല രീതിയിൽ, ഉം. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റിൽ. ഉം. മക്കളുള്ളത് പുറത്താണ്. ഗൾഫ് NRIസിന്റെ NRI ഗൾഫ് NRIകളുടെ മക്കൾ പുറത്തായിരിക്കും. അവരെ പഠിപ്പിക്കാൻ വിട്ടത് അങ്ങോട്ടേക്കാണ്. ഓക്കെ. +2 വരെ ഗൾഫിൽ പഠിച്ചിട്ട് പിന്നെ കുട്ടികൾ പോകുന്നത് കാനഡയിലും മറ്റേ ഓസ്ട്രേലിയയിലും അവിടെ ഒക്കെയാണ്. അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് കുറേ കൂടെ നോർത്ത് ഇന്ത്യൻ ക്ലയൻസ് ഉണ്ട്. ഈ പറയുന്ന പ്രായമായ NRIസിനൊക്കെ നൊസ്റ്റാളജി ഇന്ത്യ. ഉം. അവരൊരു 70-65 വരുമ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരും. ഇവിടുത്തെ പ്രോപ്പർട്ടി ടാക്സ് അടച്ചിട്ടും വീടിന് പെയിന്റ് അടിച്ചിട്ടും ഇവരുടെയൊക്കെ പണി ഒരു സെക്യൂരിറ്റി പണി പോലെയാണ്. ഈ വീടും സ്വത്തൊക്കെ നോക്കി. കാരണം മക്കൾ പുറത്താളെ, മക്കൾക്ക് വേണ്ടി ഇതൊക്കെ നോക്കി നടത്തണമെന്നാണ്. മക്കൾക്ക് ഇതുമായിട്ട് യാതൊരു താല്പര്യമില്ല. ദേ ഡോണ്ട് വാണ്ട് ടു കം. നമ്മളൊരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒരു ദിവസം ഈ മക്കളെ UK-യിലും കാനഡയിലുള്ള മകനെ ഒരു ദിവസം രജിസ്റ്റർ ഓഫീസിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ ജന്മത്തിൽ പിന്നെ കേരളത്തിൽ വരും. എനിക്ക് ഒരു പ്രോപ്പർട്ടിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ എന്താ സംഭവിക്കുക? സോ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് തന്നെ ഈ വെൽത്തിനെ നിങ്ങൾ കഴിയുന്നത് ഫിനാൻഷ്യൽ വെൽത്താക്കി മാറ്റാനാണ്. ഓക്കെ. ഫിനാൻഷ്യൽ പലപ്പോഴും അതായത് വിറ്റ് വേറെ പല രീതിയിൽ പണമാക്കുക. പണമാക്കുക. വേറെ Yes. രീതിയിൽ പണമാക്കുക എന്ന് പറഞ്ഞാൽ ക്യാഷ് അല്ല, പല വേറെ അതിനെ വേറെ ഡിജിറ്റൽ അസറ്റിലേക്ക് മാറ്റാം. Okay. കാരണം ഒരുപാട് പേർക്ക് റിയൽ എസ്റ്റേറ്റ് അസറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. ആ, അതിനെ നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് അതിനെ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും ചെയ്യാം. ഓക്കെ. ഇല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് ഫോം ചെയ്ത് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഉം. അപ്പോൾ പെട്ടെന്ന് വന്ന് ഈ ഇൻഹെറിറ്റൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ട്രസ്റ്റ് അകത്തുണ്ട്. എപ്പോഴും ആവശ്യത്തിന് മാത്രം വന്ന് എടുത്താൽ മതി. ഉം, ഉം. അവിടെയാണ് ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഗ്രാജുവലി അതൊക്കെ അന്യം നിന്ന് പോകാനാണ് സാധ്യത. ഇല്ല, ലീഗലി സ്ട്രക്ചറസിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ നാളെ വരും, ഇപ്പം വരില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അവർക്ക് അറിയാം. ഇപ്പം ഈ മക്കളൊന്നും സത്യം പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളും ഇവരുടെ നാടോ വീടൊന്നും കണ്ടിട്ട് കൂടി ഉണ്ടല്ലോ മര്യാദയ്ക്ക്. ഇവർ പല നൊസ്റ്റാൾജി കൊണ്ടാണുള്ളത്. ഉം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്കാണ് ഇത് നൊസ്റ്റാൾജി, ഈ ഉണ്ടാക്കിയ ആൾക്ക്. ഓക്കെ, മക്കൾക്കതില്ല. ഉവ്വ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി നോർമലി അദ്ദേഹത്തിൻ്റെ കോർപ്പസും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയും അദ്ദേഹത്തിൻ്റെ ഇതൊന്നും നമ്മൾ പറഞ്ഞാലൊന്നും വിൽക്കില്ല. ഉം. കാരണം വിൽക്കാൻ തോന്നില്ല. കാരണം അവർ ഓരോ സാധനം വാങ്ങിയതിനൊരു കഥയുണ്ടാവും, ഉം. ഒരു സ്റ്റോറി ഉണ്ടാവും വാങ്ങിയത്. ഓക്കെ. ആ സ്റ്റോറിയിലാണ് വിൽക്കാത്തത്. മക്കൾക്ക് ഒരു സ്റ്റോറിയും ഇല്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ വന്നിട്ട് അത് എത്രയും പെട്ടെന്ന് വിറ്റിട്ട് പൈസ വേണമെന്ന് അവർ പറയും. ഉം, ഉം. കാരണം ആ കാശും കൊടുത്തിട്ട് അവർ അങ്ങോട്ട് പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഉം, ഉം. അതൊരു വലിയൊരു ഇത്. പക്ഷേ അവർ അവെയറാണ്, കുറച്ചും കൂടി അവെയറാണ്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആൾക്കാരാണ് കുറച്ചും കൂടി അവെയർ അല്ലാത്തത്. ഉം, ഉം. ഇന്ത്യയിലുള്ള ആൾക്കാരാണ് കുറച്ചും കൂടി. കാരണം തന്നെയല്ല അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് സ്വീകരിക്കുകയും ചെയ്യുമായിരിക്കും ഒരു കൺസൾട്ടന്റ്. ഗൾഫിലുള്ള ഒരു NRIക്ക് ബേസിക് ലെവലിൽ കാര്യം അറിയാം. ഗൾഫിൽ വന്നിട്ട് ശരിയാ ലോ ആണ് ആപ്ലിക്കബിൾ ആകുന്നത്. അവരുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ, നോമിനേഷൻ, വില്ല്. എനിക്ക് തോന്നുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ വില്ല് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗൾഫിലാണ് വില്ല് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. കാരണം എന്തായാലും ബില്ല് എഴുതി വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവർക്ക് പേടിയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ ബാങ്ക് അക്കൗണ്ടൊക്കെ. മറ്റേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കാശ് ബാങ്കിലാണ് വരിക. അക്കൗണ്ട് അപ്പം തന്നെ ഫ്രീസ് ചെയ്ത് കളയും. അങ്ങനെ കുറേ ചാലഞ്ചും കാര്യങ്ങളുള്ളത് തന്നെ അവർ കുറച്ചും കൂടി അലേർട്ടാണ്. അത്രയും അലേർട്ടല്ല നമ്മളെ ആൾക്കാർ. നമ്മുടെ ആൾക്കാരുടെ കാശാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പോകുന്നത്. അവിടെ ആ രീതിയിൽ അൺക്ലെയിംഡ് മണിയൊന്നും ഉണ്ടാവാൻ വകുപ്പ് കുറവാണ്. ഇനി അവർ വില്ല് തയ്യാറാക്കുവാണെങ്കിൽ അവർക്ക് വിദേശത്തിരുന്ന് വില്ല് തയ്യാറാക്കാൻ പറ്റുമോ? വില്ല് എവിടെ നിന്നും നമുക്ക് എഴുതാം. വില്ല് ആർക്കും എവിടെ നിന്നും എഴുതാം. നിങ്ങളുടെ വില്ല് എവിടെ നിന്നും എഴുതാം. ഓക്കെ, ലീഗലൈസ് ചെയ്യണമെങ്കിലോ? അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ വന്ന് തന്നെ ചെയ്യണം. ലീഗലൈസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾ എഴുതിയ വില്ല് അത് വില്ല് തന്നെയാണ്. പക്ഷെ അദ്ദേഹം ആ വില്ല് എഴുതി എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ലീഗൽ ഡോക്യുമെൻ്റ് ആവുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പർപ്പസ് തന്നെ ലീഗലൈസ് ചെയ്യാനാണ്. ഓക്കെ. മാൻഡേറ്ററി അല്ല. അതായത് ഒരാൾ വില്ല് എഴുതി വേറൊന്നും ചെയ്യുന്നില്ല, ചിലപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ സൂക്ഷിച്ചു വെച്ചാലും അദ്ദേഹത്തിന്റെ മരണശേഷം അത് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ. ഒരു തർക്കങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം ഒരു ഭാര്യയും മക്കളും അച്ഛൻ്റെ വില്ല് കണ്ടു, അത് അദ്ദേഹത്തിൻ്റെ വിഷയമാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. വില്ല് എന്തുകൊണ്ടാണ് പവർഫുൾ ഡോക്യുമെന്റ് അറിയോ? വില്ല് എക്സിക്യൂട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റാണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ മരിക്കുകയാണെങ്കിൽ അദ്ദേഹം വില്ല് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിഡ്യൂഷ്യറി കപ്പാസിറ്റി ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ വില്ല് ഫുൾഫിൽ ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ അദ്ദേഹം വില്ല് എഴുതിയ അടുത്ത വീട്ടിലെ ചിലപ്പോൾ ആളുടെ പേരിലേക്ക് വില്ല് എഴുതിയിട്ടുണ്ടാവും. അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഗവൺമെൻറ് ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ ഗവൺമെൻറ്റിന് അത്രയും റെസ്പോൺസിബിൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അതിലും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഒരു വ്യക്തിയുടെ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷ് ഫുൾഫിൽ ചെയ്യാന്ന് പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അത് സർക്കാരിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും അല്ലേ?
കോടതിയാണ് ചലഞ്ച്. കോടതി പറയും നോർമലി 2 പേരാണ് ചാലഞ്ച് ചെയ്യുക. ആരാണ് ചലഞ്ച് ചെയ്യുക? ബില്ല് കൊണ്ടുപോകുന്ന ഒരാൾ, ആ. എക്സിക്യൂട്ടീവ് പറയുന്ന ആൾ. ആ, ഓക്കെ. ആ. അപ്പോൾ ഇതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ചലഞ്ച് ചെയ്യുന്നത്. യെസ്. കേസ് നടക്കുന്ന 2 വ്യക്തികൾ തമ്മിലാണ്. ഓക്കെ. ഓക്കെ. ചിലപ്പോൾ ആ ഫാദറിന്റെ 2 ആൺമക്കളായിരിക്കാം. വേറെ അവരെ ചെയ്തിട്ട് വേറെ ആരും ചെയ്യാൻ അടുത്ത വീട്ടിലാരും നമ്മുടെ വില്ല് ചലഞ്ച് ചെയ്യില്ലല്ലോ. നമ്മുടെ വില്ല് ചലഞ്ച് ചെയ്യുന്നത് നമ്മുടെ മക്കളാണ്. ഓക്കെ. ഔട്ട്സൈഡർ ആരും ചലഞ്ച് എല്ലാ ചെയ്യില്ല. കേസിലും അങ്ങനെ തന്നെയാണ്. അതായത് ഈ മരിച്ചയാളുടെ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അയാളുടെ പേരൻസോ. അല്ല, വെസ്റ്റഡ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എൻ്റെ ടൂൾ ഉണ്ടല്ലോ, ആ. ട്രൂ ലെഗസിയുടെ ഇൻഹെറിറ്റൻസ് ടൂള്. യെസ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ഷെയർ കിട്ടുന്നത് അവർക്ക് മാത്രമേ നമ്മുടെ വില്ല് ചലഞ്ച് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ. ഓക്കെ. അവരാണ് നമ്മുടെ ലീഗൽ എയർ. എപ്പോഴാണ് ചലഞ്ച് ചെയ്യുന്നത്? ഒരാൾക്ക് കിട്ടിയത് കുറഞ്ഞു പോയപ്പോഴാണ് മറ്റേ ആളെ ചലഞ്ച് ചെയ്യുന്നത്. ഈ വില്ല് എഴുതുക എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ, അതോ വ്യക്തിക്ക് എഴുതാമെന്ന് പറഞ്ഞു? പിന്നെ? അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അതിനൊരു ഫോർമാറ്റ് ഉണ്ടോ? ഇല്ല, ദർ ഇസ് നോ ഫോർമാറ്റ്. ഓക്കെ. വെള്ള പേപ്പറിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, നമുക്ക് അറിയുന്ന പോലെ എഴുതാം. ഈ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കുക അല്ലെങ്കിൽ മറ്റേ മുദ്രപത്രം വേണം, അങ്ങനെയൊന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ. ഒരു വെള്ള പേപ്പറിൽ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിലും അത് ലീഗൽ ഡോക്യുമെന്റ് ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഓക്കെ. ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് വില്ല് എഴുതുന്ന ഒരാൾ വില്ല് എഴുതി കണ്ടു, വിറ്റ്നസ് വേണം. ഓക്കെ. ഒന്ന് അതിൻ്റെ അകത്ത് ഒരു എക്സിക്യൂട്ടർ വേണം. എൻ്റെ വില്ല് ആരെ എക്സിക്യൂട്ട് ചെയ്യും? ഞാനത് വില്ല് എഴുതിയത് വളരെ സുബോധത്തോടു കൂടിയാണ് ഞാൻ വില്ല് എഴുതിയത്. അതിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു എന്നതിനെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. ഇതാണ് ഞാൻ ബോധിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒരു വിറ്റ്നസ് എഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വില്ല് തന്നെയാണ്. ഓക്കെ. ആ വിറ്റ്നസ്സിന് എന്തെങ്കിലും പ്രത്യേകത വേണോ? അതായത് ഇപ്പം സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ് ആയിരിക്കണം, അങ്ങനെയൊന്നുമില്ല? ഒന്നുമില്ല, നമ്മുടെ നെയ്ബർ ആയാലും മതി? നെയ്ബർ ആയാലും മതി. വന്ന് കോടതിയിൽ വന്ന് പറയുന്ന ഒരാളായിരിക്കണം. വിളിച്ച നാൾ നമ്മുടെ ഒരു വെൽവിഷർ ആയിരിക്കണം. വെൽവിഷൻ ആയിരിക്കണം. കോടതിയിൽ നമ്മൾ ഒന്ന് വിളിച്ചാൽ പറയുന്ന ഒരാളായിരിക്കണം. പക്ഷേ എന്താ പ്രാക്ടിക്കലി എന്ന് പറഞ്ഞാൽ ഒരു വില്ല് ചാലഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വന്നിട്ട് ഈ പറയുന്ന ഇങ്ങനെ എഴുതിയ വില്ല് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഒരാൾ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ വില്ലല്ല എന്ന് പറയാൻ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കൺസൾട്ടന്റ്മാരെയും ആൾക്കാരെയൊക്കെ ഇൻവോൾവ് ആക്കി ചെയ്യുന്നത്. ഇൻവോൾവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ലീഗലൈസ് ചെയ്യാണ്. കൂടുതൽ അതിൻ്റെ അകത്ത് പാർട്ടികളെ കൊണ്ടുവരികയാണ് വില്ലുണ്ട്. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്നല്ലേ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് പോസിബിൾ ആകുന്ന, നമുക്ക് ഫേവറബിൾ ആകുന്ന എവിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൂടി വരുമ്പോൾ. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കോംപ്ലിക്കേറ്റഡ് ആക്കുവാണ്. കോംപ്ലിക്കേറ്റ് ആക്കുന്നതല്ല, അതിനെ ലീഗലൈസ് ചെയ്യാണ് കൂടുതൽ. ഒരാൾ ലീഗലി ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യേണ്ടത് ഇത് അച്ഛൻ എഴുതിയ വില്ലാണെന്ന് വേറൊരു മകൻ പ്രൂവ് ചെയ്യാണ്. കറക്റ്റ് അല്ലെ? വൈഫ് പ്രൂവ് ചെയ്യണം ഇത് അദ്ദേഹത്തിൻ്റെ വില്ലാണെന്ന്, അല്ലേ? അപ്പം നമ്മുടെ ഒബ്ലിഗേഷൻ ആണ് ഇത് ശരിക്കും അദ്ദേഹം എഴുതിയ വില്ലാണെന്ന് പ്രൂവ് ചെയ്യാൻ. സോ നമ്മുടെ എവിഡൻസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ വില്ല് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൂവ് ചെയ്യേണ്ടത് മറ്റേ ആളാണ്. മറ്റേ ആളാണ് വന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഒറിജിനൽ വില്ലാണ്. കാരണം നിങ്ങൾ ഇതെല്ലാം പ്രൂവ് ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് ഫാക്ട്സ് കൊണ്ടുതരേണ്ടി വരും. സോ കോടതിയിൽ കാണുന്ന എവിഡൻസ് ആണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ആദ്യം വില്ല് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വൈഫ് എങ്ങനെയാണ്, നമ്മുടെ മകൻ എങ്ങനെയാണ്, മകൾ എങ്ങനെയാണ്, ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇതിലാരാണ് എൻ്റെ വില്ല് ചാലഞ്ച് ചെയ്യാൻ സാധ്യത. ഓക്കെ. അത് ഉറപ്പായിട്ടും ഫാദറിനറിയാം. അത് അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ, വേറൊരു ആൾക്കറിയില്ല. നിങ്ങളുടെ വക്കീൽ ചിലപ്പോൾ അറിയണമെന്നില്ല. അമ്മയ്ക്കും ഈക്വലി ആസ്തി ഉണ്ടെങ്കിൽ ആൾക്കും വില്ല് എഴുതണമല്ലോ. അതെ, അദ്ദേഹം എഴുതണമില്ല. ഈ ഫാമിലി എസ്റ്റേറ്റ്, ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമല്ലോ, അതെന്താ സംഭവം? ഫാമിലി ഓഫീസ് എന്നാണ് പറയാം. ഫാമിലി ഫാമിലി ഓഫീസ്. ഓഫീസ് എസ്റ്റേറ്റ് പ്ലാനിങ് ആണ്. എസ്റ്റേറ്റ് പ്ലാനിങ് ആണ്. എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മരിച്ച ഒരാൾ വ്യക്തിയുടെ മരിച്ച് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയാണ് എസ്റ്റേറ്റ്, അതിന്റെ പ്ലാനിങ് ആണ് എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറയാം. ഓക്കെ. ആളുടെ മരണശേഷമായിരിക്കും അത് പ്ലാൻ ചെയ്യുക. അതെ അതെ. യെസ്. ഫാമിലി ഓഫീസും ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷനും രണ്ടാണ്. ഓക്കെ. ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിള്, നമ്മുടെ ഭഗവത്ഗീത, അല്ലേ, നമ്മുടെ ഖുർആൻ, ഇതൊക്കെ പറയുന്നത് എന്താണ്? കുറേ ഡയറക്ഷനാണ്, അല്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ക്ലിയറായിട്ട് ഒരു ഫാമിലി ബിസിനസ്സിൽ പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ എന്തൊക്കെ റൈറ്റ്സ് ആണ് അവൈലബിൾ ആണത്, ആരൊക്കെ എങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡിസിപ്ലിനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ വാല്യൂസാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മുടെ ബിസിനസ്സിൽ, ഇതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ആർക്ക് ഓരോ ഏജിലും ഓരോ ലെവലിലും എന്ത് സാലറി എടുക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലിയറായിട്ട് അതിൻ്റെ പ്രൊസീജിയർ ആൻഡ് പോളിസീസ് ഇങ്ങനെ എഴുതാണ്. അതാണ് ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ഇത് അതിസമ്പന്ന വിഭാഗമായിരിക്കും ഇത് ചെയ്യുന്നത് കൂടുതലും ചെയ്യുന്നത് അത്. പക്ഷേ ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ ലീഗൽ ഡോക്യുമെന്റ്. ഓക്കെ.
ബൈബിള് ലീഗൽ ഡോക്യുമെൻ്റ് അല്ലല്ലോ ഉവ്വ. അല്ലേ? ഭഗവത്ഗീത വന്നിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് വേണോ വേണ്ടിയോ എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. ഞാൻ ഫോളോ ചെയ്യണം ഉണ്ട്, പക്ഷെ ഞാൻ ഫോളോ ഞാനാ തീരുമാനിക്കേണ്ടത്. അതുപോലെ ഫാമിലി കോൺഷ്യസ് ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാലും നാളെ മക്കൾ ഇത് ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ല. ഓക്കെ. ഒരു MOU, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ ഫാമിലി മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഫാമിലി പ്രോപ്പർട്ടി എന്നതാണ് ഈ ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷനും ഇദ്ദേഹത്തിന്റെ വിഷാണ്. ഈ ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ. ഇദ്ദേഹത്തിന്റെ വിഷാണ്, ഫാമിലിയുടെ വിഷല്ല. മനസ്സിലായി. അദ്ദേഹമാണ് പറയുന്നത് മക്കളെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നു, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. ഓക്കെ, ആ ആഗ്രഹം ലീഗലി എല്ലാവരും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 2 മക്കളെ ചിലപ്പോൾ ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ. ഇത് ലീഗലി ഫോളോ ചെയ്യിക്കുന്ന പരിപാടിയാണ് ഫാമിലി ട്രസ്റ്റ്. ഓക്കെ. ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഈ വിഷ് ലിസ്റ്റും എനിക്ക് ട്രസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റും. അത് ലീഗലായി. പക്ഷെ ആരും ഇതല്ല ചെയ്യുന്നത്. എല്ലാവരും ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എടുക്കുന്നത്. നൗ കംസ് ടു ഫാമിലി ഓഫീസ്. ഫാമിലി ഓഫീസ് എ ഡിഫറെന്റ് കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ വന്നിട്ട് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പൊ ഞാനോ നിങ്ങളോ, ഓക്കെ, നമ്മുടെ കയ്യിൽ മേ ബി ഫോർ എക്സാമ്പിൾ ഒരു 500 crore ഉണ്ട്. അത് നമുക്ക് കിട്ടിയ നമ്മുടെ ഒരു കോർ ബിസിനസ്സിൽ നിന്ന് കിട്ടിയതിന്റെ ഒരു വാല്യൂ ആയിരിക്കും. ബിസിനസ് വിറ്റതോ പ്രോപ്പർട്ടി വിറ്റതോ എന്തെങ്കിലും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു 500 crore ഉണ്ട്. പക്ഷേ ഈ 500 crore എനിക്കറിയില്ല എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയില്ല, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയില്ല, എന്തൊക്കെ ചലഞ്ച് എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനെന്താ ചെയ്യുക? ഞാനിത് പണി അറിയുന്ന ആൾക്കാരെ ഏൽപ്പിക്കും. അല്ലേ, ലോയറെ, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, വെൽത്ത് അഡ്വൈസർ, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ വന്നിട്ട് ചിലപ്പം എൻ്റെ കമ്പനിയുടെ അകത്ത് ഞാനൊരു LLP ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു പാർട്ട്ണർഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ലീഗൽ സ്ട്രക്ചർ ഉണ്ടാക്കി ആ ലീഗൽ സ്ട്രക്ചറിൽ ഞാൻ എൻ്റെ അഡ്വൈസറി ടീമിനെ ഞാൻ ഉണ്ടാക്കും. ഓക്കെ. ആ ഓഫീസാണ് എൻ്റെ വെൽത്ത് മാനേജ് ചെയ്യുന്നത്. യെസ്. അവരായിരിക്കും എനിക്ക് വേണ്ടി ബാങ്കിനോട് സംസാരിക്കുന്നത്, വെൽത്ത് അഡ്വൈസറോട് സംസാരിക്കുന്നത്, മേ ബി ഇൻവെസ്റ്റ്മെൻറ്റ് സംസാരിക്കുന്നത്, ഈവൻ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഇവരോടൊക്കെ സംസാരിക്കുന്നത് ചിലപ്പോൾ ഈ ഫാമിലി ഓഫീസായിരിക്കും എനിക്ക് വേണ്ടിയിട്ട്. കാരണം ഇത് സംസാരിക്കാൻ എനിക്കറിയില്ല. ഓക്കെ. എനിക്ക് വേണ്ടി ഇതൊക്കെ ചോദിക്കുന്ന കൺസൾട്ടന്മാരെ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ എൻഗേജ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫാമിലി ഓഫീസ്. നമ്മുടെ ഇവിടെ ഉണ്ടോ അങ്ങനെ? പിന്നെ ഉണ്ട്, പേര് പറയാൻ പറ്റില്ല. ഓക്കെ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓ, അത് ശരി. പിന്നെ ആൾക്കാർ അപ്പൊ അത്തരം കേസുകളിലൊക്കെ ഈ ഇതുപോലെ ആസ്തിയൊക്കെ കൈമാറുന്നത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടക്കുമായിരിക്കും. ആസ്തി കൈമാറില്ല. ഇല്ല. ആസ്തി എൻ്റെ തന്നെയാണ്. 500 കോടി ഞാൻ അവരെ ഏൽപ്പിക്കില്ല. ഓ, ഓക്കെ. 500 കോടി ഇവർ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊടുക്കും. ആ, ബാങ്കിലിടും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലിടും, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി കൊടുക്കും. ഞാൻ ഇവരൊന്നും ഏൽപ്പിക്കില്ല. ഇതൊരു ഓഫീസാണ്, യെസ്. ഇതൊരു കൺസൾട്ടിങ് ഓഫീസ് മാത്രമല്ല. ഇത് എഫക്റ്റീവ് ആയിട്ട് അത് മാനേജ് ചെയ്യും. എൻ്റെ ഒരു സ്വന്തം CFO, യെസ്, യെസ്. ഒരു വ്യക്തിയുടെ CFO, ആ, അതാണ് ഫാമിലി ഓഫീസ്. ഓക്കെ. ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുക, സ്വത്തിൻ്റെ കാര്യത്തിൽ വരുന്ന ഇത്തരം കൺസേൺസ്, ഇതെല്ലാം എന്താണ് ചെയ്യേണ്ടത് ആ ഇനിഷ്യൽ ഘട്ടത്തിൽ? പലപ്പോഴും എൻ്റെ എക്സ്പീരിയൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം 3 മാസം ഭയങ്കര വാക്യൂം ആയിരിക്കും. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഈ ട്രാൻസിഷനെ ഓക്കെ. അവിടെയാണ് സക്സഷൻ പ്ലേ ചെയ്യുന്ന റോള്. ഓക്കെ, ഫാമിലി ഓഫീസിൻ്റെ ബിസിനസ് സക്സഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഡിസിഷൻ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം, മൂവ്മെൻ്റ് ഉണ്ട്. കാരണം ബിസിനസ് ഇസ് എ ഗോയിങ് കൺസേൺ അല്ലേ? ബിസിനസ് ഇസ് എ ഗോയിങ് കൺസേൺ. അവിടെ സ്റ്റാഫ് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, പ്രൊക്യൂർമെൻ്റ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പം ഇതിൻ്റെ ഡിസിഷനൊക്കെ എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഈ പ്രൊമോട്ടറും ഈ ചെയർമാനോ ഈ MD ആയിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ അവിടെ വരുന്നത് വലിയൊരു ഗ്യാപ്പാണ്. ഓക്കെ. വൈഫ് ഇന്ന് വരെ ഓഫീസിൽ വന്നിട്ടുണ്ടാവില്ല. മകന് ചിലപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധം, മകൻ ചിലപ്പോൾ പുറത്തായിരിക്കും ഉണ്ടാവുക. അവർ തീരെ നിവൃത്തിയില്ലാണ്ടാണ് ചിലപ്പോൾ ആ ഓഫീസിൽ ഇനി വരുന്നുണ്ടാവുക അല്ലേ? അവർക്ക് ഒരു ക്ലാരിറ്റി, കാരണം ഇവരെല്ലാം പറയുന്നത് ഞാൻ കേൾക്കുക അല്ല എന്നല്ലാതെ നമ്മൾ കാണുന്നത്. ഇപ്പം ഞാൻ വലിയൊരു ഗ്രൂപ്പാണ്, ഞാൻ പേര് പറയുന്നില്ല, വലിയൊരു ഗ്രൂപ്പാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് കാണുന്നത് വലിയൊരു ഗ്യാപ്പാണ്. ഗ്യാപ്പ് എന്ന് പറയുമ്പം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. യെസ്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ഉറപ്പില്ല ഇതെന്താ പരിപാടി എന്ന്. കാരണം ഇതിനു മുമ്പ് ഇവർക്ക് ശീലമില്ല. സ്വത്ത് ഭാഗം വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് അറിയില്ലാത്ത, അല്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അങ്ങിപ്പോൾ പറഞ്ഞു. നമുക്കിത്തരം കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള സംസാരങ്ങൾ തുടരാം. ഓക്കെ, താങ്ക് യു സർ.